കുടുംബങ്ങൾക്ക് ആടും കുഞ്ഞും. തോറ്റ സ്ഥാനാർത്ഥി നടപ്പിലാക്കിയ പദ്ധതി വൻ ഹിറ്റ്. മികവാർന്ന പൊതുപ്രവർത്തനത്തിന് കൈയടിച്ച് നാടും. 5 വർഷം മുൻപ് തെരഞ്ഞെടുപ്പിൽ തോൽവി നേരിട്ട സ്ഥാനാർത്ഥിയുടെ സ്നേഹകരുതൽ നിരവധി കുടുംബങ്ങളുടെ അത്താണിയായി മാറി. ഉപജീവനം വഴിമുട്ടിയ നിർധന കുടുംബങ്ങൾക്ക് ആടിനെയും കുഞ്ഞിനെയും നൽകി ആശ്വാസമൊരുക്കിയ മുണ്ടത്തിക്കോട് സ്വദേശി CH ഹരീഷിന്റെ ജനകീയ ഇടപെടലുകളാണ് ശ്രദ്ധേയമാകുന്നത്. വർഷങ്ങൾക്കു മുൻപ് വടക്കാഞ്ചേരി നഗരസഭയിലെ സിൽക്ക് നഗർ ഡിവിഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച CH ഹരീഷ് വോട്ടഭ്യർത്ഥിച്ച് വീട്ടിലെത്തുമ്പോൾ കോവിഡ് മൂലം പണിയില്ലാതെ ജീവിതം വഴിമുട്ടിയ വിഷമമാണ് തൊഴിലാളി കുടുംബങ്ങൾക്ക് പറയാനുണ്ടായിരുന്നത്. ഇവരിൽ അമ്പലപ്പുറം കോഴിപ്പാട്ടിൽ ശോഭയുടെയും പെരിങ്ങണ്ടൂർ കളത്തിൽ വീട്ടിൽ ദേവകിയുടെയും നിസ്സഹായാവസ്ഥ കരളലിയിക്കുന്നതായിരുന്നു. ജീവിക്കാൻ എന്തെങ്കിലും ജോലി ശരിയാക്കി തരണമെന്നായിരുന്നു ഇരുവരുടെയും ആവശ്യം. തിരഞ്ഞെടുപ്പിൽ തോറ്റാലും ജയിച്ചാലും വീട്ടമ്മമാരുടെ ആഗ്രഹം തന്നാൽ കഴിയുന്ന രീതിയിൽ നിറവേറ്റുമെന്ന് ഉറപ്പു നൽകി ഇരുവരെയും സമാധാനിപ്പിച്ചാണ് ഹരീഷ് മടങ്ങിയത്. വോട്ടെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയോട് തോറ്റെങ്കിലും വീട്ടമ്മമാർക്ക് നൽകിയ ഉറപ്പ് ഹരീഷ് തെറ്റിച്ചില്ല. ദേവകിക്ക് ഒരു ആടിനെയും ശോഭയ്ക്ക് ആടിനെയും കുഞ്ഞിനെയും പുതുവത്സര സമ്മാനമായി സമർപ്പിച്ചാണ് ഹരീഷ് അന്ന് ആശ്വാസം പകർന്നത്. വർഷങ്ങൾക്കിപ്പുറം മുഴുവൻ കുടുംബങ്ങളിലും ആടുകൾ പെറ്റുപെരുകി അവരുടെ ഉപജീവന മാർഗത്തിന് കരുത്തായത് കാണുമ്പോൾ വലിയ ആഹ്ലാദം തോന്നുന്നു എന്നതാണ് ഹരീഷിന്റെ ഭാഷ്യം. വലിയ സമ്പന്നൻ ഒന്നുമല്ലെങ്കിലും തന്നാൽ കഴിയുന്ന സഹായം സമൂഹത്തിലെ നിരാലംബരിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ തുടരുമെന്നും ഈ പൊതുപ്രവർത്തകൻ പറയുന്നു. KSUവിലൂടെ രാഷ്ട്രീയ രംഗത്തെത്തിയ ഹരീഷ് നിലവിൽ മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റാണ്. യൂത്ത് കോൺഗ്രസ് വാർഡ് വൈസ് പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇലക്ഷന് ഞാനിവിടെ വോട്ട് ചോദിച്ചു വരുമ്പോൾ അന്നൊന്നും ഈ വീട് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, ഭയങ്കര മോശാവസ്ഥയായിരുന്നു. ഞാൻ വോട്ട് ചോദിച്ചു വരുന്ന സമയത്ത് എന്നോട് ചോദിച്ചു, വോട്ട് ചെയ്യാൻ പോനെ ജയിച്ച് കഴിഞ്ഞെന്ന് വെച്ചാൽ ഒരു ജോലി മേടിച്ചേരാൻ പറ്റി ചോദിച്ചു. അപ്പം അന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ജോലി മേടിച്ചു തരാന്ന് പറഞ്ഞു. ജോലിക്ക് പോകാൻ എനിക്ക് കണ്ടപ്പോൾ ജോലിക്ക് പോയി അങ്ങനെ ഒരു അവസ്ഥയല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ജയിച്ചാലും തോറ്റാലും ഞാൻ എന്തെങ്കിലും വളർത്തുമൃഗങ്ങളെ മേടിച്ച് തന്നു എങ്ങനെ വെച്ചാൽ വളർത്താൻ പറ്റുമോ ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞു. അങ്ങനെ റിസൾട്ട് വന്നു, ഞാൻ പരാജയപ്പെട്ടു. അന്ന് ന്യൂ ഇയറിൻ്റെ ആ ഒരു സമയമാണ്, ഇലക്ഷൻ ജനുവരി 1-ാം തീയതി. അന്ന് ഞാൻ ആടിനെയും കുട്ടീനെയും കൊണ്ടുകൊടുത്തു. അപ്പം ഞാൻ ആടിനെ എത്തിച്ചു. അവിടെ നിന്ന് 5 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു വഴിയുടെ പ്രശ്നമായിട്ട് ഞാനിങ്ങനെ വന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ അന്ന് കൊടുത്തിട്ടുള്ള ആട് പ്രസവിച്ച് 2 കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. നമ്മളൊരു 5-6 കുടുംബങ്ങൾക്ക് ഇതുപോലെ കൊടുത്ത വീട്ടിൽ നിന്ന് ഒന്നിൽ കൂടുതൽ കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ ഒരു കുട്ടീനെ നിന്ന് അത് വേറെ കുടുംബങ്ങൾക്ക് കൊടുക്കും. എനിക്കായിട്ടൊരു 6-7 കുടുംബങ്ങൾക്ക് ഇപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് ഇപ്പോൾ അങ്ങനെയൊന്നും പുറത്തേക്ക് ഇങ്ങനെ ചാനലിലേക്കോ അങ്ങനെയൊന്നും കൊടുക്കാറില്ല, അറിയിക്കാറില്ല. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി.